Hello everyone, welcome back to Salem Learning. It's me, Muhammad Shafiq VK, your chemistry teacher. മക്കളെ എല്ലാവരും നല്ല ഉഷാറായി തന്നെ സൈലത്തിനോടൊപ്പം നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണെന്ന് സാറിന് അറിയാം. ഓക്കെ, എല്ലാ ലൈവുകളിലും മക്കൾ ഉണ്ടാകും എന്നുള്ളതും സാറിന് അറിയാം. ഏതെങ്കിലും ആളുകളൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ലൈവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സമയം വൈകിട്ടില്ലടാ. ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈവിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കുക, നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കും. കുറേ കാലമായില്ലടാ ക്ലാസ് റൂമുകളിൽ ആ മൂലക്കൽ ഇങ്ങനെ അടിഞ്ഞുകൂടുന്നു. അതായത് മാർക്കില്ലാത്തവൻ പഠിക്കാൻ കഴിയാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങളുടെ വീട്ടുകാരുടെ മുമ്പിലും എല്ലാവരും മുമ്പിലും നല്ല ഉഷാറായി നിൽക്കാനുള്ള ഒരു അവസരമാണ്. സോ സൈലത്തിനോടൊപ്പം ലൈവൊക്കെ കണ്ട് നല്ല അടിച്ചു പൊളിച്ച് നിങ്ങൾ എക്സാം എഴുതണം. നമ്മൾ കെമിസ്ട്രിയിൽ വാട്ടർ എന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10ഓളം മാർക്ക് മക്കൾക്ക് നേടിത്തരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിലുള്ള പല കാര്യങ്ങളും മക്കൾ ശ്രദ്ധിക്കാതെ പോകും. അതായത് ഒരു പക്ഷേ അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രൂപത്തിൽ മക്കൾ പോകും. ക്വസ്റ്റ്യൻ വരുമ്പോൾ ആകെ നമ്മൾ വിഷമിക്കും. മക്കളെ അതുണ്ടാകില്ല സൈലം ഉള്ളിടത്തോളം കാലം. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഐഡിയാസും സാറ് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളത് അറിഞ്ഞു വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഒന്നാമതായിട്ട് മക്കളെ നിങ്ങൾക്കറിയാം എന്താണ് വാട്ടർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. വാട്ടർ ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് വാട്ടർ എപ്പോഴും സോൾവെൻ്റ് ആയിട്ടാണ് കാണപ്പെടുക, അല്ലെങ്കിൽ ലായകമായിട്ടാണ് കാണപ്പെടുക. എന്താണ് അതിന് കാരണം നോക്കാം നമുക്ക്. അതിന് കാരണം മറ്റൊന്നുമല്ല മക്കളെ, എന്താണ് വാട്ടർ ക്യാൻ ഡിസോൾവ് വേരിയസ് സബ്സ്റ്റൻസ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് സൊല്യൂഷൻസ്. ഓക്കെ, അതായത് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതിലും ആണ് ജലം സാർവിക ലായകമാകുന്നത്. ലായകം എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാത്തിനെയും ലയിപ്പിക്കാനായിട്ട് സാധിക്കണം അല്ലേ. ഓക്കെ, സോൾവെന്റിനെ എല്ലാത്തിനും ഡിസോൾവ് ചെയ്യാൻ കഴിയണം. അപ്പോൾ വാട്ടറിന് ഒരുപാട്, ബാക്കിയുള്ള സോൾവെന്റിനെ അപേക്ഷിച്ച് ഒരുപാട് ആളുകളെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ ആർക്ക് സാധിക്കും? വാട്ടറിന് സാധിക്കും. അതുകൊണ്ടാണ് വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ്, സാർവിക ലായകം. ആ പേര് മറക്കരുത്, സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കാനായിട്ട് കാരണം. ഓക്കെ, രണ്ടാമത് എന്താണ്, വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആയതുകൊണ്ട് വാട്ടറിനുള്ള അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താ? ഓക്കെ, അഥവാ ജലം സാർവിക ലായകമായതുകൊണ്ട് അതിന് ഗുണം എന്താണ്, ദോഷം എന്താണ് നോക്കിയാലോ നമുക്ക്. ഓക്കെ, ഒന്നാമതായിട്ട് എന്താ പറയാൻ പറ്റുക മക്കളെ, ഒന്നുമില്ല. അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡേർട്ട് അവർ ക്ലോത്ത്സ് ക്യാൻ ഡിസോൾവ് ഇൻ വാട്ടർ വെൻ ക്ലോത്ത്സ് ആർ വാഷ്ഡ്. അതായത് വെള്ളം എല്ലാത്തിനെയും ലയിപ്പിക്കുന്നത് കാരണം നമ്മളെ വസ്ത്രമൊക്കെ കഴുകുമ്പോൾ അതിലെ അഴുക്ക് വെള്ളത്തിൽ ലയിച്ചിട്ട് അങ്ങനെ നീങ്ങിപ്പോവും. ഓക്കെ, അതുകൊണ്ട് വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആയതുകൊണ്ടുള്ള ഒരു ഗുണമാണത്. ഇനി എന്താണ് അടുത്തത്, ഔഷധങ്ങൾ ജലത്തിൽ ലയിക്കുന്നതിനാൽ മരുന്ന് നിർമ്മിക്കാൻ കഴിയുന്നു. അതായത് മക്കൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ടാബ്ലറ്റ് എടുക്കുകയാണ്, അപ്പോൾ ആ മരുന്നിനെ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി കഴിഞ്ഞാൽ അത് അതിൽ ലയിക്കുന്നുണ്ടല്ലോ, ഡിസോൾവ് ആവുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്താണ്, നമ്മൾ മരുന്ന് ഉണ്ടാക്കാനും മറ്റുമൊക്കെ വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആയതുകൊണ്ട് ഒരു ഉപകാരമാണ്. ഓക്കെ, റെഡി അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിയാലോ നമ്മൾ, എന്താണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താ, മറ്റൊന്നുമല്ല, വാട്ടർ എല്ലാത്തിനെയും ലയിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വിഷപദാർത്ഥങ്ങളെയും ലയിപ്പിക്കൂലേ, പോയ്സണസ് സബ്സ്റ്റൻസിനെയും വാട്ടർ ഡിസോൾവ് ചെയ്യിപ്പിക്കൂലേ. അപ്പം അത് പ്രശ്നമാണ്. വാട്ടറിൽ അഥവാ വിഷം കലർന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല, കാരണം നമ്മളത് കുടിക്കുന്ന സമയത്ത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതൊരു ദോഷമാണ് അല്ലേ. ഓക്കെ, സാർവിക ലായകമായതിനാൽ വിഷവസ്തുക്കളും ലയിക്കുന്നു. പോയ്സണസ് ക്യാൻ ബി ഡിസോൾവ് ഇൻ വാട്ടർ. ഓക്കെ, നിരവധി വസ്തുക്കൾ ലയിക്കുന്നതിനാൽ ജലം വേഗം മലിനപ്പെട്ടു പോകുന്നു. എല്ലാത്തിനെയും പിടിച്ച് വാട്ടർ ലയിപ്പിക്കുന്നു അഥവാ ഡിസോൾവ് ആക്കുന്നതിനാൽ പെട്ടെന്ന് വാട്ടർ എന്താവും, പൊല്യൂട്ടഡ് ആയി മാറും. ഓക്കെ, ഇതാണ് ഇവിടെയുള്ള ഉത്തരം. മക്കളെ ഇവിടെ ഒരുപാട് ഐഡിയ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. 4ഓളം മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ഈ രൂപത്തിൽ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഇതിന് ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഐഡിയാസ് യൂസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരാം. ഓക്കെ, അടുത്തതിലേക്ക് പോയാലോ മക്കളെ. Water can exhibit color of substance added to it. Okay, right situation which features of water be utilized. അതായത് നിറമുള്ള പദാർത്ഥങ്ങൾ ജലത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളവും ആ നിറമായിട്ട് മാറും. ഇപ്പോൾ ഒരു നീല കളറിലൊരു മഷി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടാൽ എൻ്റെ വെള്ളം എന്താവും, നീല കളറായി മാറും. മഞ്ഞ കളറിലുള്ളതാണെങ്കിൽ അത് മഞ്ഞ കളറായി മാറും. അപ്പോൾ ഏത് നിറമുള്ള പദാർത്ഥമാണോ ഞാൻ വെള്ളത്തിലിടുന്നത് ആ ഒരു കളർ അതിന് കിട്ടും. ഇതിനോടുള്ള ഗുണം എന്താ മക്കളെ, നമുക്കറിയാലോ, നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് കുടിക്കാറുണ്ട് അല്ലേ. ഓക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ പല നിറത്തിൽ അത് കാണപ്പെടുന്നു. അപ്പോൾ അതൊരു ഗുണമല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കനെ വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് കളേർഡ് സൊല്യൂഷൻസ് ലൈക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ്. വാട്ടറിന് ശീതള പാനീയങ്ങൾ പോലെയുള്ള നിറമുള്ള ലായനികൾ തയ്യാറാക്കാൻ ജലം ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ വെള്ളത്തിലേക്ക് എന്ത് നിറമുള്ള സാധനം ചേർത്താലും വെള്ളം ആ നിറമായി മാറും. അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത നോക്കിയാലോ നമ്മൾ,
ടേക്ക് 2 സാമ്പിൾസ് ഓഫ് വാട്ടർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു എക്സ്പെരിമെൻറ്റ് പറയാണ് കേട്ടോ. 2 ടെസ്റ്റ് ട്യൂബിൽ വാട്ടറിൻ്റെ എന്തെടുക്കാണ്, 2 ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. അപ്പോൾ മക്കളത് മനസ്സിലാക്കി വെക്കുക. 2 എന്താണ്, വാട്ടറാണ്. 2ലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സോപ്പ് ഇടുന്നു. ഓക്കെ, സോപ്പ് ഇടുക പറഞ്ഞാൽ വാട്ടറിനെ സോപ്പ് ഇടുക എന്നല്ല, വാട്ടറിലേക്ക് സോപ്പ് ഇടുന്നു. ഓക്കെ, അപ്പോൾ ആ സോപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നു. ഒരു ടെസ്റ്റ് ട്യൂബിൽ സോപ്പ് നന്നായി പതയുന്നു. ഇതിന് ഏത് തരം ജലമാണ്? ദ സോപ്പ് ഗിവ്സ് ലേതർ റെഡിലി വെൽ 1 ടെസ്റ്റ് ട്യൂബ്. വാട്ട് കൈൻഡ് ഓഫ് വാട്ടർ ഈസ് ദിസ്? മക്കളെ അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സാർ ഇവിടെ എഴുതി തരാം. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ പോയിന്റ് ഓർത്ത് വെക്കണം. മസ്റ്റ് ബി ഈ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടാവും നിങ്ങൾക്ക്. എന്താണ് എന്നറിയാമോ മക്കളെ? അതായത് ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ. എങ്ങനെയാണ് ഹാർഡ് വാട്ടർ, പിന്നെന്താ ഉള്ളത്, സോഫ്റ്റ് വാട്ടർ. സോഫ്റ്റ് വാട്ടർ കേട്ടോ. ഓക്കെ മക്കളെ, ഹാർഡ് വാട്ടറിന് മലയാളം എന്താണെന്ന് വെച്ചാൽ കഠിനജലം. കഠിനജലം. ഓക്കെ, സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, മൃദുജലം. മൃദുജലം. ഓക്കെ, യെസ്. എന്താണ് ഇവർ തമ്മിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ മക്കളെ, ഇവിടെ സോപ്പ് പതയൂല. സോപ്പ് പതയൂല ഏതിൽ? ഹാർഡ് വാട്ടറിൽ. പഠിച്ചു വെക്കുക. ഓക്കെ, സോഫ്റ്റ് വാട്ടർ അല്ലെങ്കിൽ മൃദുജലത്തിൽ എന്ത് പതയും? സോപ്പ് പതയുണ്ടാക്കും, ലേദർ ഉണ്ടാക്കും എന്നുള്ളത് മക്കൾ ഓർത്തു വെക്കുക. പിന്നെ അടുത്ത കാര്യം മക്കൾ ഓർക്കേണ്ടത് ഈ പറയാൻ പോകുന്ന പോയിന്റ്സ് ആണ് മക്കളെ, മറന്നു പോകല്ലടാ. ഹാർഡ് വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം ആരാന്നറിയോ? 3 ടീമുകളാവാം. ആരൊക്കെയാണ്? ബൈകാർബണേറ്റുകളാവാം. ഓർക്കെ മക്കൾ വെറുതെ അങ്ങനെ സ്റ്റോർ ചെയ്താൽ മതി. ബൈകാർബണേറ്റ് ആവാം, ക്ലോറൈഡുകളാവാം, അതല്ലെങ്കിൽ സൾഫേറ്റുകളാവാം. എങ്ങനെയൊക്കെയാണ്? ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ്. ഇവരാണ് ഹാർഡ്നെസ്സിന് കാരണം. ഓക്കെ മക്കൾ, ഒരു കാര്യം കൂടി സാർ എക്സ്ട്രാ പറയുകയാണേ. ബൈകാർബണേറ്റ് ആണ് ഉള്ളതെങ്കിൽ, ബൈകാർബണേറ്റ് ആണ് നിങ്ങളെ വെള്ളത്തിലുള്ളത്, അതുകൊണ്ട് ഹാർഡ്നെസ് ഉണ്ടായതെങ്കിൽ അത് തിളപ്പിച്ചാൽ, ബോയിൽ ചെയ്താൽ ആ ഹാർഡ്നെസ് മാറിക്കിട്ടും. അങ്ങനെ തിളപ്പിച്ചാൽ ഹാർഡ്നെസ് മാറുന്ന തരത്തിലുള്ള ഹാർഡ് വാട്ടർ ആണ്, കഠിനജലമാണെങ്കിൽ അതിന് വിളിക്കുന്നതാണ് ടെമ്പററി ഹാർഡ്നെസ്. അതായത് താൽക്കാലികമായിട്ടുള്ള കഠിനജലം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. പക്ഷേ മക്കളെ, എന്താണ്, ക്ലോറൈഡോ സൾഫേറ്റോ ആണ് ഹാർഡ്നെസ്സിന് കാരണമെങ്കിൽ അത് തിളപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് പെർമനന്റ് ഹാർഡ്നെസ് ആണ്, സ്ഥിരമായിട്ട് കഠിനജലമായി തന്നെ നിലനിൽക്കും. ഇനി എൻ്റെ മക്കൾ ഇതിനെ ആൻസർ ചെയ്ത് നോക്കിയാടാ. ഏതൊക്കെ? വാട്ടർ, സോപ്പ് പദം ഉണ്ടാക്കിയ വാട്ടർ, അത് ഏത് വാട്ടർ ആയിരിക്കും? യെസ്, അതിന് ആൻസർ ഇവിടെ ഉണ്ട്. സോഫ്റ്റ് വാട്ടർ ആയിരിക്കും, അതായത് മൃദുജലമായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മക്കൾ നോക്ക്. എന്താ രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്നത്? എടാ, ദ സോപ്പ് ഡസ് നോട്ട് ഗിവ് ലാദർ ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ്. റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് എനി സാൾട്ട് കോസസ് ദിസ് ബിഹേവിയർ. അതായത് രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ജലത്തിൽ സോപ്പ് നന്നായി പതയുന്നില്ല. ജലത്തിൽ ഈ സ്വഭാവത്തിന് കാരണമായ ഏതെങ്കിലും ഒരു ലവണത്തിന്റെ പേര് എഴുതുക. 3 സാറ് പഠിപ്പിച്ചില്ലേ? ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ്. അപ്പോൾ ഇതിൽ ഏത് എഴുതിയാൽ മതി? ബൈകാർബണേറ്റ് എഴുതാം മക്കൾക്ക്, ക്ലോറൈഡ് എഴുതാം മക്കൾക്ക്, സൾഫേറ്റ് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ജലത്തിൻ്റെ ഈ സ്വഭാവം നീക്കം ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു മാർഗം, അല്ലേ, ഏതെങ്കിലും ഒരു മാർഗം എഴുതുക. എന്താ ആകെ ഒരു മാർഗം ഉള്ളത്? ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ബോയിൽ ചെയ്യുക, തിളപ്പിക്കുക എന്നുള്ളതാണ്. ആൻസർ ഇവിടെ ഉണ്ട് കേട്ടോ, സോഫ്റ്റ് വാട്ടർ. ഓക്കെ, കാൽസ്യം ബൈകാർബണേറ്റ് എന്ന് എഴുതിയാണ്. സാറല്ലേ പറഞ്ഞ ബൈകാർബണേറ്റ് എന്ന് മാത്രം. മക്കൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് 2 ടീമിൻ്റെതാവാനാണ് ചാൻസ് ഉള്ളത്. ഒന്നുകിൽ കാൽസ്യത്തിൻ്റെ അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ. അപ്പോൾ മക്കൾക്ക് വേണമെങ്കിൽ നോക്കിയേ, കൂട്ടി വായിച്ചാൽ മതി. കാൽസ്യം ബൈകാർബണേറ്റ് ആവാം, കാൽസ്യം ക്ലോറൈഡ് ആവാം, കാൽസ്യം സൾഫേറ്റ് ആവാം, അല്ലെങ്കിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ് ആവാം, മഗ്നീഷ്യം ക്ലോറൈഡ് ആവാം, മഗ്നീഷ്യം സൾഫേറ്റ് ആവാം. അപ്പം ഒരു സാൾട്ടിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ, ഹാർഡ്നെസ്സിന് കാരണമായ സാൾട്ടിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ മക്കളെ ഒന്നുകിൽ കാൽസ്യം ബൈകാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, അല്ലെങ്കിൽ കാൽസ്യം സൾഫേറ്റ്. അല്ലെങ്കിൽ മഗ്നീഷ്യം വെച്ചാണ് മക്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്. ഇവിടെ അവർ ഏതെങ്കിലും ഒന്നേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് കാൽസ്യം ബൈകാർബണേറ്റ്. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? എങ്ങനെ ഹാർഡ്നെസ് പോക്കുക? ബൈ ബോയിലിംഗ്. തിളപ്പിക്കുന്നതിലൂടെയാണ് നമുക്ക് എന്ത് പോക്കാനായിട്ട് സാധിക്കടാ? ഹാർഡ്നെസ് പോക്കാനായിട്ട് സാധിക്കുക. മക്കളെ, ക്വസ്റ്റ്യൻ ഒക്കെ നല്ല രീതിയിൽ മനസ്സിലായില്ലേ? കാര്യങ്ങൾ ഓർത്തു വെച്ചില്ലേ? ഓക്കെ, ഒരിക്കലും ഇതൊന്നും മറന്നു പോയതടാ. വലിയ ടഫുള്ള കാര്യം എന്നൊക്കെ തോന്നും അല്ലേ? മഗ്നീഷ്യം ബൈകാർബണേറ്റ്, സൾഫേറ്റ്, ഇങ്ങനെ ഒരുപാട് പേര് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒരുപാട് പ്രശ്നമായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിയാലോ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, എന്താണ് the hardness of water? hardness water due to the presence of dissolved salts. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ജലത്തിൽ ലയിച്ചു ചേർന്ന ചില പദാർത്ഥങ്ങളാണ് ജലകാഠിന്യത്തിന് കാരണമാകുന്നത്. നമുക്കറിയാം ഏതൊക്കെ ആ സാധനം എന്നുള്ളത് അല്ലേ? ഏതൊക്കെ? കാൽസ്യം ബൈകാർബണേറ്റ്, സൾഫേറ്റ്,
അതേപോലെ തന്നെ ക്ലോറൈഡ്. അത് ആരുതൊക്കെ ആവാം? കാൽസ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ആവാം കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്താണ് കൊടുത്തിരിക്കുന്ന ബോക്സിൽ നിന്ന് അവയെ കണ്ടെത്തുക. അപ്പോൾ സോഡിയം ക്ലോറൈഡ് പറ്റുമോ? സോഡിയം പറ്റൂല. കാൽസ്യം മഗ്നീഷ്യം പറ്റും, സോഡിയം ക്ലോറൈഡ് ഇല്ല. കാൽസ്യം കാർബണേറ്റ് പറ്റൂല, ബൈകാർബണേറ്റേ പറ്റുള്ളൂ കേട്ടോ. കാൽസ്യം ബൈകാർബണേറ്റ് സെറ്റായി. കാൽസ്യം ബൈകാർബണേറ്റ് ഓക്കെയാണ്. മഗ്നീഷ്യം സൾഫേറ്റ് പറ്റും, മഗ്നീഷ്യം ആണ്. ഓക്കെ, കുഴപ്പമില്ല. മഗ്നീഷ്യം സൾഫേറ്റ് ഓക്കെയാണ്, റെഡിയാണ്. കാൽസ്യം ക്ലോറൈഡ് പറ്റും, കാൽസ്യം ഉണ്ട്, അപ്പോൾ കാൽസ്യം ക്ലോറൈഡ് സെറ്റാണ് അല്ലേ? കാൽസ്യം ക്ലോറൈഡ്. മഗ്നീഷ്യം കാർബണേറ്റ് പറ്റൂല, ബൈകാർബണേറ്റേ പറ്റുള്ളൂ, സെറ്റല്ലേ? അപ്പോൾ ഈ ഈ മൂന്നെണ്ണമാണ് ഈ കൂട്ടത്തിൽ എന്തിന് കാരണമായിട്ടുള്ളത്? ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത്. ഇവയിൽ ഏതൊക്കെ ലവണങ്ങൾ തിളപ്പിച്ചാൽ മാറുക? ഏതൊക്കെയാണ് തിളപ്പിച്ചാൽ മാറുക? ഏത് മാത്രമാണ്? ബൈകാർബണേറ്റ് മാത്രമാണ്. അപ്പോൾ ആരാണ്? കാൽസ്യം ബൈകാർബണേറ്റ് മാത്രമാണ് തിളപ്പിച്ചാൽ മാറുക കേട്ടോ. ഓക്കെ, അപ്പോൾ കാൽസ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, അതാണ് ഒന്നാമത്തെ ഉത്തരം. നമ്മൾ അവിടെ സെലക്ട് ചെയ്തു. തിളപ്പിച്ചാൽ മാറുന്ന ഹാർഡ്നെസ് ഏത് മാത്രമാണ്? ബൈകാർബണേറ്റ് മാത്രമാണ്. അത് കാൽസ്യം ബൈകാർബണേറ്റ് ആ ലിസ്റ്റിലുള്ളൂ. മക്കളെ, സിമ്പിളായിട്ട് ഇത്രയും മാർക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നാമത്തെ കാരണം നിങ്ങൾ ഈ വീഡിയോ കാണാനുള്ള മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോട് സാർ ഒരു കാര്യം ചോദിക്കുക. മക്കൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളത് സാറ് ചെക്ക് ചെയ്യാണ്. ഓക്കെ, എന്താണ് വാട്ടർ അല്ലേ? വാട്ടറിൻ്റെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്താറുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ എഴുതാൻ പറ്റും. ഞാൻ ഇവിടെ ചോദിക്കുന്നുള്ളൂ, എഴുതുന്നില്ല. ആ വാട്ടറിന് ഇലക്ട്രോളിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്ത മക്കൾ അറിയാൻ നോക്കട്ടെ. ഓക്കെ, ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിൻ്റെ പേര് മക്കളൊന്ന് കമൻറ്റ് ചെയ്യാം. ഒപ്പം ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം, പറ്റിയുള്ള അഭിപ്രായം, സാറിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം. സോ വീഡിയോ ഉപകരിച്ചെങ്കിൽ അത് നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറിലൂടെ ഒക്കെ കാണിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത ലൈവിൽ ഒക്കെ നിങ്ങൾക്ക് ഇതിലും എനർജറ്റിക് ആയിട്ട് കാണാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് വിടവാങ്ങുന്നു. സൈനിങ് ഓഫ്.